Ennemcien. നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ പരിചയപ്പെടും. അത് പറഞ്ഞ പ്രധാന പോയിൻറ്റ്സ് ഓർത്തിരിക്കണം. ഒരു ഹെവി ബോഡിയെ, അട്രസ്റ്റിലിരിക്കുന്ന ഹെവി ബോഡിയെ ലൈറ്റ് ബോഡി ചെന്നിടിച്ചാൽ ഹെവി ബോഡി അട്രസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ലൈറ്റ് ബോഡി ചെന്നിടിച്ച സ്പീഡിൽ തിരിച്ചു പോകും. രണ്ടാമത്തെ കേസ്, ലൈറ്റ് ബോഡി അനങ്ങാതിരിക്കുന്നു, ഹെവി ബോഡി വന്നിടിക്കുന്നു. കൊളിഷൻ കഴിയുമ്പോൾ ഹെവി ബോഡി അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ലൈറ്റ് ബോഡി ഹെവി ബോഡിയുടെ വെലോസിറ്റിയുടെ ഡബിൾ വെലോസിറ്റിയോടുകൂടി തെറിച്ചു പോകുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അടുത്തതിന് പെർഫെക്റ്റ്ലി ഇനെലാസ്റ്റിക് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷനിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ അവൈലബിൾ ആണ്. ഒന്ന് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ചുള്ളത്, രണ്ട് കൈനറ്റിക് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് കൊളിഷൻ, ഇലാസ്റ്റിക് കൊളിഷൻ. ഈ രണ്ട് ഇക്വേഷൻ. ഇനെലാസ്റ്റിക് കൊളിഷനിൽ നമുക്ക് ഒരു ഇക്വേഷനെ കിട്ടും. പക്ഷേ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, കൊളിഷൻ കഴിയുമ്പോൾ വെലോസിറ്റി ഒരു അൺനോണേ ഉണ്ടാവും. അപ്പോൾ അവിടെ കൊളിഷൻ കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ, കൊളൈഡിങ് ബോഡീസ് രണ്ടും കൂടി ഒന്നിച്ചാണ് പോവുക. അപ്പോൾ അതിനെ കോമൺ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ അവിടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. m1v1 പ്ലസ് m2v2 ഈക്വൽസ് m1u1 പ്ലസ് m2u2. ഇതാണല്ലോ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ ഈക്വൽസ് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ, ജനറൽ ഇക്വേഷൻ. ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ നടക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഈസ് m1u1 പ്ലസ് m2u2. കൊളിഷൻ കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ ഒറ്റ ബോഡിയായിട്ടാണ് പോകുന്നത്. സ്റ്റിക്ക് ടുഗദർ വിത്ത് വെലോസിറ്റി v. ഈ വിക്ക് പറയുന്ന പേരാ കോമൺ വെലോസിറ്റി ആഫ്റ്റർ ഇമ്പാക്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് m1 പ്ലസ് m2 ഇൻറ്റു v. സോ കൺസർവേഷൻ അനുസരിച്ച് m1u1 പ്ലസ് m2u2 ഈക്വൽസ് m1 പ്ലസ് m2 ഇൻറ്റു v. ഇവിടെ നിങ്ങൾക്ക് കോമൺ വെലോസിറ്റി കാണാം. v ഈക്വൽസ് m1u1 പ്ലസ് m2u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് കോമൺ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. ഈ പെർഫെക്റ്റ്ലി ഇനെലാസ്റ്റിക് കൊളിഷനിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി മാക്സിമമാണ്. ആ മാക്സിമം കൈനറ്റിക് എനർജി, ലോസ്റ്റ് കൈനറ്റിക് എനർജി കാണുന്നത് എളുപ്പമാർഗമുണ്ട്. കൈനറ്റിക് എനർജി ലോസ്റ്റ് ഡ്യൂറിങ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ, ഇനെലാസ്റ്റിക് കൊളിഷൻ ഈസ് ഡെൽറ്റ ഇ കൈനറ്റിക് ഈക്വൽസ് ഹാഫ് mu ഇൻറ്റു u1 മൈനസ് u2 ദി ഹോൾ സ്ക്വയർ. മ്യൂ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് m1 m2 ബൈ m1 പ്ലസ് m2. അതിനെ റെഡ്യൂസ്ഡ് മാസ് എന്ന് വിളിക്കുക. അപ്പോൾ റെഡ്യൂസ്ഡ് മാസിനെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡിഫറൻസ് കണ്ടിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട കൈനറ്റിക് എനർജി എത്ര ആണെന്ന് കിട്ടും. ഇത് പെർഫെക്റ്റ്ലി ഇനെലാസ്റ്റിക് കൊളിഷന് മാത്രം അപ്ലൈ ചെയ്യാനുള്ള റിസൾട്ടാണ്. അപ്പോൾ ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 1. പെർഫെക്റ്റ്ലി ഇനെലാസ്റ്റിക് ആകുമ്പം കോഎഫിഷ്യൻ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 0. 0യും 1ഉം അല്ല, അതിനിടയ്ക്ക് ഏതെങ്കിലും വാല്യൂ ആണ് അതിനെ പാർഷ്യലി ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയാം. ഇത് കഴിഞ്ഞ പോസ്റ്റിങ് നമ്മൾ പറഞ്ഞു. ഇനി ഒരു പ്രോബ്ലം. ഷോ ദാറ്റ് ഇൻ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 dimension relative velocity after collision is equal to relative velocity before collision. നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻ എടുക്കാം. ഇലാസ്റ്റിക് കൊളിഷനെല്ലാം കൺസർവേഷൻ ലോ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ m1v1 പ്ലസ് m2v2 ഈക്വൽസ് m1u1 പ്ലസ് m2u2. ഇത് m1ൻ്റെ ടേംസ് എല്ലാം കൂടെ ഒരു സൈഡിലാക്കുക, m2ൻ്റെ വേറെ സൈഡിലാക്കുക. അപ്പോൾ m1 ഇൻറ്റു v1 മൈനസ് u1 ഈക്വൽസ് m2 ഇൻറ്റു u2 മൈനസ് v2 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ ഇമ്പാക്റ്റ് ഓർ കൊളിഷൻ ഈക്വൽസ് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ, or half m1 v1 square plus half m2 v2 square equals half m1 u1 square plus half m2 u2 square.
അപ്പോൾ ഇത് ഹാഫ് ക്യാൻസൽ ചെയ്യാം, ഹാഫ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ m1 ഇൻറ്റു v1² മൈനസ് u1² ഈക്വൽസ് m2 ഇൻറ്റു u2² മൈനസ് v2². ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ m1 ക്യാൻസൽ ചെയ്യും, m2 ക്യാൻസൽ ചെയ്യും. പോയിട്ട് v1² മൈനസ് u1² ബൈ v1 മൈനസ് u1 ഈക്വൽസ് v2² മൈനസ് u2² മൈനസ് v2² ബൈ u2 മൈനസ് v2 ഇങ്ങനെ കിട്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ. അതിൽ മുകളിലുള്ള ടൈം a² മൈനസ് b² എന്നുള്ള ഫോമാനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലുള്ള ടേംസ് ലെഫ്റ്റ് സൈഡിൽ u1 u2 v1² മൈനസ് u1² എന്ന് പറഞ്ഞാൽ v1 പ്ലസ് u1 ഇൻറ്റു v1 മൈനസ് u1. ഈ v1 മൈനസ് u1 ക്യാൻസൽ ചെയ്യും, പോയിട്ട് v1 പ്ലസ് u1 എന്ന് ഇവിടെ വരും. ഇവിടെ ഇതുപോലെ u2 പ്ലസ് v2 എന്നും വരും. അതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ v1 പ്ലസ് u1 ഈക്വൽസ് u2 പ്ലസ് v2 എന്ന് കിട്ടി. ഈ v2 ടേം ഇപ്പുറത്ത് കൊണ്ട്, അപ്പോൾ v1 മൈനസ് v2 ഈക്വൽസ് u2 മൈനസ് u2 മൈനസ് u1 u2 മൈനസ് u1. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, v1 മൈനസ് v2 ഈക്വൽസ്, ഇത് മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഓഫ് u1 മൈനസ് u2 എന്ന് കിട്ടും. അതിൻ്റെ മോഡിലെ സൈൻ അങ്ങ് തൽക്കാലം കളയുക. അപ്പോൾ v1 മൈനസ് v2 ഈക്വൽസ് u1 മൈനസ് v2. v1 മൈനസ് v2 ഈസ് ദി റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ ആൻഡ് u1 മൈനസ് u2 ഈസ് ദി റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളിഷൻ. ഇത് രണ്ടും ഈക്വൽ എന്നല്ലേ കിട്ടിയത്? അതാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയൊക്കെ ഒന്നുകൂടെ എടുത്ത് നോക്കുക, ലഭിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2 balls A and B of same mass 1 kilogram move with velocities 16, 16 meter per second and 8 meter per second respectively. If they collide perfectly in perfectly elastic manner, find kinetic energy of A and B after the collision. Which loses and which gains energy and by how much? നമുക്കറിയാലോ, ഐഡൻറ്റിക്കൽ മാസസ്, സെയിം മാസമുള്ള രണ്ട് വസ്തുക്കൾ ഇലാസ്റ്റിക് കൊളിഷൻ നടത്തി കഴിയുമ്പോൾ വെലോസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച്. ഒന്നിൻ്റെ വെലോസിറ്റി മറ്റൊരു കൊടുക്കുക, അതിൻ്റെ വെലോസിറ്റി ഇതും എടുക്കും. അപ്പോൾ എയും ബിയും കൂടെ കൊളൈഡ് ചെയ്തു ഇലാസ്റ്റിക്കായിട്ട്. അപ്പോൾ കൊളിഷൻ കഴിയുമ്പോൾ എയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ബിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയാണ്. തിരിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ കൈനറ്റിക് എനർജി ഓഫ് എ ആഫ്റ്റർ കൊളിഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ma ഇൻറ്റു u/b². കാരണം ബിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എക്ക് കിട്ടുക കൊളിഷൻ കഴിയുമ്പോൾ. അപ്പോൾ ഹാഫ് അതിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് മാസ് ഇൻറ്റു മാസ് ഓഫ് എ ഇൻറ്റു u/b. ഇപ്പോൾ അതിൻ്റെ വെലോസിറ്റി ബിയുടെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് u/b². ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു m 1 കിലോഗ്രാം തന്നിട്ടുണ്ട് ഇൻറ്റു 8². ദറ്റ് ഈസ് 32 ജൂൾ. ഇതുപോലെ കൈനറ്റിക് എനർജി ഓഫ് ബി ആഫ്റ്റർ കൊളിഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് mb ഇൻറ്റു u/a². ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 16². ദറ്റ് ഈസ് 128 ജൂൾ. എങ്കിൽ അപ്പോൾ എനർജി ഓഫ് എ ബിഫോർ, എനർജി ഓഫ് എ ആഫ്റ്റർ കൊളിഷൻ രണ്ട് കെട്ടി, എനർജി ഓഫ് എ ബിഫോർ കൊളിഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 16². അത് 128. എനർജി ഓഫ് എ ബിഫോർ കൊളിഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു m ഇൻറ്റു വെലോസിറ്റി എയുടെ കൊളിഷന് മുമ്പ് 16 ആയിരുന്നു. അപ്പോൾ 128 ജൂൾ എന്ന് വന്നു. എനർജി ഓഫ് ബി ബിഫോർ കൊളിഷൻ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 8², 32 ജൂൾ എന്ന് വന്നു. എങ്കിൽ ഇതിന് കൊളിഷൻ എക്ക് കൊളിഷൻ കഴിയുമ്പോൾ കൈനറ്റിക് എനർജി 32 ജൂളേ ഉള്ളൂ. നേരത്തെ 128 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലൂസ് ചെയ്യുക എനർജി. അതിന് നഷ്ടപ്പെട്ട എനർജി ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി.
128 minus 36. ഇതുപോലെ ബി കൊളീഷന് മുമ്പ് അതിൻ്റെ എനർജി 32 ആയിരുന്നു. കൊളീഷൻ കഴിയുമ്പോൾ അതിൻ്റെ എനർജി 128 ആയി. അപ്പോൾ ഇത് ബി ഗെയിൻസ് എനർജി ആൻഡ് എ ലൂസസ് എനർജി. അത് എത്ര ആണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. 128 മൈനസ് 32. അപ്പോൾ ഗെയിൻ ഓർ ലോസ് 128 minus 32, that is 96 joule. That's answer. Another one. A 2 kilogram body moving at 10 meter per second and an 8 kilogram body moving at 6 meter per second make perfectly inelastic collision. What is loss of kinetic energy? ഇപ്പോൾ വ്യത്യസ്ത മാസമാണ്. അപ്പോൾ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് മ്യൂ ഇൻറ്റു U1 മൈനസ് U2 ദി ഹോൾ സ്ക്വയർ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കാണ്. മ്യൂ എന്ന് പറഞ്ഞാൽ M1 M2 ബൈ M1 പ്ലസ് M2. ഇവിടെ ഇപ്പോൾ അത് 2 × 8 by 2 + 8. That is 1.6 kilogram. Therefore, loss of kinetic energy delta equals half into 1.6 into U1 minus U2. 10 minus 6 the whole square. Answer is 12.8 joule. Thank you.